കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായി. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബേസിൽ കിഡ്നി രോഗികൾക്ക് ഫ്രീ ഡയാലിസിസ് ചെയ്യുന്നൊരു കാര്യം. ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണാത്ത ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടോ എന്ന് കണ്ടു കളയാം. അപ്പോൾ ഇതെന്തായാലും അതിൻ്റെ കഥകളും അത് നമുക്ക് നാടിന് സമ്മാനിച്ചത് മൺമറഞ്ഞു പോയ ഇബ്രാഹിം കുഞ്ഞ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനാണ് നമ്മുടെ ഇന്ന് പോഡ്കാസ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു കഥകൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി അന്ന് വന്നപ്പോൾ എന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതപ്പെടുത്തിയാണ്. ആ കളമശ്ശേരി ഭാഗത്തുള്ള ഒരുപാട് ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുക, ഇനി അവർക്ക് നേരത്തെ കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ ഇയർലി ഡിറ്റക്ട് ചെയ്ത് സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാദറാണല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടറായിരുന്നു. ഗഫൂർ കപ്പ ആക്ച്വലി ഈ ഒരു സമയത്ത് വാപ്പനെ എങ്ങനെയാണ് ഓർമ്മയിൽ വരിക? അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹിയായിട്ട് ഓർക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം സാധാരണക്കാരുടെ എല്ലാ വിഷയത്തിലും ഇടപെടാനും അവരെ സഹായിക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിലൊരു ഹരം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തത് ഞങ്ങളുടെയൊക്കെ നേതാക്കളായിരുന്ന പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, പണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ ബഹുമാനായ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ആ പണക്കാട് തങ്ങന്മാരുടെ ഒരു നേതൃത്വം അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് MLA ആയി മന്ത്രിയായൊക്കെ വരുമ്പോൾ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയും വലിയ രീതിയിൽ അദ്ദേഹത്തെ പിന്നീട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരൊരുമിച്ച് 2 മന്ത്രിസഭകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒപ്പം നിന്ന് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ വലിയ താല്പര്യവും അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ലെന്നേ, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനേക്കാളും ഒരു മിനിസ്ട്രി തലത്തിൽ നിന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പബ്ലിക്കായി കൊണ്ടു നടക്കണമെന്നത് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയുമല്ലായിരുന്നു തോന്നുന്നു ഫാദർ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ മറ്റുള്ളവരോട് പറയുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പോലും പല കാര്യങ്ങളും അറിയാത്തതുണ്ട്. 80% ഞങ്ങൾക്ക് അറിയാത്തതാണ്. അപ്പോൾ അദ്ദേഹം ആ വ്യക്തിയും അദ്ദേഹവും മാത്രം അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സഹായങ്ങൾ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ മറ്റുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അത് അവർ തന്നെ അവർ പരസ്പരം മാത്രം അറിയുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. അവിടെ ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നും ആളതിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഒരിക്കലുമില്ല. കക്ഷി രാഷ്ട്രീയം എന്ന് മാത്രമല്ല, മറ്റുള്ള ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്ന ആളുകളുണ്ടാവും, രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകളുണ്ടാവും, അല്ലാതെ എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എതിർക്കുന്നവരായാലും ഇഷ്ടമുള്ള ആളുകളായാലും ഒരേ രീതിയിൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന രീതിയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ജനസമ്മതന ആളാണ് നമുക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹി എന്ന് ഓർക്കാനാണ്. ആ ഒരു മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞ ലേബലിലാണ് ആൾ അറിയപ്പെടാനും ആഗ്രഹിച്ചിരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഒരു വലിയൊരു മന്ത്രിപദത്തിൽ നിന്ന ആളാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ഒരു ഇതില്ലായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു വലിയ പബ്ലിസിറ്റി കൊടുത്ത് വലിയൊരു ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നറിയപ്പെടാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ഗഫൂർക്ക, ഞാൻ ആ ഡയാലിസിസിൽ വരുമ്പോൾ അന്ന് തന്നെ കുറേ ആളുകൾ ഡയാലിസിസ് പോകുന്നുണ്ട്. കുറേ ആളുകൾക്ക് വേണ്ടി വീണ്ടും നിങ്ങൾ സൗജന്യമായിട്ട് ആ ഡയാലിസിസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് സാറിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു സാറിനുണ്ടായിരുന്നത്? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ രോഗത്തിൻ്റെ പിടിയിലായതിനു ശേഷം ശരിക്കും സ്ഥിരമായ ഹോസ്പിറ്റൽ വിസിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായി രോഗികളുടെ പ്രയാസങ്ങളും ഒക്കെ കാണുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ്റെ ഒരു ഇത് തുടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് കിഡ്നി സംബന്ധമായ രോഗികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു മൊബൈൽ ലാബാണ് ആദ്യം സെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പിന്നീട് അത് രോഗികൾ ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ഡയാലിസിസ് സെൻ്ററും മൊബൈൽ ലാബും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്തത്. ഇപ്പം നമ്മളിപ്പോൾ പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർ
അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഇതിൽ നടക്കുന്നത്? ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, എന്തൊക്കെ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിഡ്നി രോഗികൾക്ക്, കിഡ്നി സംബന്ധമായ ഡയാലിസിസിനുള്ള രോഗികൾക്ക് നമ്മൾ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. സൗജന്യമായാണ്, കംപ്ലീറ്റ്ലി സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ലാബ് അവിടെ തന്നെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും ഡിസ്കൗണ്ടഡ് റേറ്റിൽ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ ടെസ്റ്റുകൾക്കുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ലാബുണ്ട്. മൊബൈൽ ലാബ് സെറ്റ് ചെയ്തത് നമ്മൾ ക്യാമ്പുകൾ നടത്തി അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് നടത്തി ഒരു ഏർലി ഡിറ്റക്ഷൻ നടത്തുക എന്നുള്ളതാണ് മൊബൈൽ ക്യാമ്പ് കൊണ്ട് മൊബൈൽ ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ആ ഒരു സമയത്ത് ഇബ്രാഹിം കുഞ്ഞ് സാറിന്റെ ഒരു വിഷനിൽ പെട്ടതായിരുന്നു ഇതെല്ലാ കാര്യങ്ങളും. അതെ, അദ്ദേഹം ആദ്യം മൊബൈൽ ലാബാണ് ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് ഡയാലിസിസ് സെന്ററായി ലാബും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്, കളമശ്ശേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ശിഹാബ് തങ്ങൾ സെന്റർ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 10-15 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആംബുലൻസ് സർവീസും അതുപോലെ തന്നെ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും അതുപോലെ നിർധരായ രോഗികൾക്കുള്ള പെൻഷൻ സംവിധാനങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സമയത്താണ് 2024 ഈ ഒരു ഡയാലിസിസ് സെൻ്ററും മൊബൈൽ ലാബ് എന്നുള്ള ആശയം കടന്നു വരുന്നത്. അങ്ങനെ മൊബൈൽ ലാബാണ് ആദ്യം ആലോചിച്ചെങ്കിലും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത ഡയാലിസിസ് സെൻ്ററും അതുപോലെ തന്നെ ലാബൊക്കെ ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അല്ല, ഞാൻ പലപ്പോഴേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പൊളിറ്റിക്സിൽ ഡിഫറെൻ്റ് ആംഗിളുകൾ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങളൊന്ന് കളമശ്ശേരിയിൽ വരണം, അല്ലേ? കളമശ്ശേരിയിൽ വന്നിട്ട് അവിടെ ആ ഒരു ശിഹാബ് തങ്ങൾ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് കാണണം. കണ്ടിട്ട് ഇതിന് താഴെ എന്തെങ്കിലും വിലയിരുത്തുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. തീർച്ചയായിട്ടും അത് വന്ന് കാണണം. നമ്മൾ ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അത് സൗജന്യമായി ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. ആഴ്ചയില് 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തുന്ന പേഷ്യൻസ് ആണ് ഭൂരിഭാഗവും. അപ്പോൾ അതിന്റെ ഒരു നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊന്നും സാധാരണക്കാർക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ സൗജന്യമായി ലഭിക്കുക വലിയൊരു ആശ്വാസമാണ്.